ാണ്. ഏഴാമതായിട്ട് മുഅ്മിനുൻ റഹീം, വാത്സല്യമുള്ള മുഅ്മിൻ, മറ്റുള്ളവരോട് കാരുണ്യം ചെയ്യുന്ന മുഅ്മിൻ. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, സ്വന്തം കുടുംബത്തിലെ പാവങ്ങളെ നോക്കണ്ടേ, അയൽവാസികളായ പാവങ്ങളെ നോക്കണ്ടേ, സമൂഹത്തിലെ പാവങ്ങളെ നോക്കണ്ടേ. ഏതൊരു പാവപ്പെട്ട വ്യക്തിയോടും വാത്സല്യമുള്ള ഹൃദയമുള്ള മുഅ്മിനായ മനുഷ്യൻ അവൻ പിശാചിന്റെ എതിരാളിയാണ്. സ്വഹാബത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞൊരു വിശേഷണമല്ലേ, റുഹമാഉ ബൈനഹും. സ്വഹാബിമാരാരാണ്? പരസ്പരം വാത്സല്യമുള്ളവരാണ്, പരസ്പര സ്നേഹമുള്ളവരാണ്. മറ്റൊരാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു എന്ന് പറയുമ്പോ അയാളെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉള്ളവരാണ്. ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളാണെന്ന് കേൾക്കുമ്പോഴേക്ക് എന്റെ വക എന്തെങ്കിലും കൊടുക്കണമെന്ന ചിന്തയില്ലേ, അത് റഹ്മത്തിന്റെ ചിന്തയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തില് കുറച്ച് ആളുകൾ വന്നു. അവരെ വേഷം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് അലിഞ്ഞുപോയി. പടച്ചോനെ, നേർക്ക് നേരെ ഔറത്ത് മറക്കാൻ മതിയായ വസ്ത്രമില്ലാത്തവരാണല്ലോ പലരും, ചെരുപ്പ് ധരിക്കാനില്ല, ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാളുകൾ ഏറെയായി, മെലിഞ്ഞൊട്ടിയ ശരീരമാണ്. തങ്ങളെ മുഖം വായിച്ച സ്വഹാബ ഉടനെ തന്നെ അവിടുന്ന് എഴുന്നേറ്റുപോയി. പിന്നെ തങ്ങളെ മുന്നിലെത്തിയത് രണ്ട് കൂമ്പാരമാണ്. ഒന്ന് ഭക്ഷണത്തിന്റെ കൂമ്പാരവും മറ്റൊന്ന് വസ്ത്രത്തിന്റെ കൂമ്പാരവുമാണ്. ഇത് രണ്ടും നോക്കിയിട്ട് സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ നല്ലൊരു മാതൃക ആരാണോ സംവിധാനിക്കുന്നത്, ആ ചെയ്യുന്ന ആൾക്ക് അതിന്റെ കൂലിയും, ആരൊക്കെ അതിനനുബന്ധിച്ച് ചെയ്യുന്നോ അവരുടെ കൂലിയും ഒക്കെ ചെയ്ത ആൾക്ക് ലഭിക്കും. തങ്ങൾ അവരെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കെന്നെ സ്വഹാബത്തിന്റെ മനസ്സലിഞ്ഞുപോയി. നിങ്ങളെ മനസ്സിന്റെ വിഷമം കണ്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായി. അവരെ വസ്ത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നത്. പല ഭാഗത്ത് ഓട്ടയായിട്ട് നഗ്നത കാണുന്നുണ്ട്. മുഅ്മിനീങ്ങളാണ് അവര്. പടച്ചോനെ, വസ്ത്രം ധരിക്കാനില്ലാത്തവരായി പോയല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാളേറെയായി, ഇവരെ ഒന്ന് സഹായിക്കണം. ആ ഒരു റഹ്മത്തിന്റെ ചിന്ത വേണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആളുകൾക്ക് സ്വന്തം സ്വന്തം മാത്രം ചിന്ത ഏറി വരികയാണ്. നമ്മളെ കാര്യം, നമ്മളെ മക്കളെ കാര്യം, സ്വന്തം ചേട്ടന്റെയും അനുജന്റെയും സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും കുടുംബതലത്തിലേക്ക് നമ്മൾ ചിന്ത നീട്ടണം. അവരും നമ്മളെ പോലെയുള്ളവർ തന്നെയാണ്, നമ്മുടെ രക്തങ്ങളുടെ വലിയ ബന്ധങ്ങളുടെ ഭാഗമാണ്. അവർക്കും വിശാലമായ റഹ്മത്ത് ചെയ്യണം. അതേ, കുടുംബക്കാർക്ക് മൊത്തത്തിൽ റഹ്മത്ത് ചെയ്യണം. ഒന്നും ഇല്ലാതെ പാവമായി ജീവിച്ച മഹാനല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തില് ആദ്യമായി എനിക്കൊരു 1000 ദിർഹം കിട്ടിയപ്പോ അതിൽ 500 ദിർഹം ഹാറൂൻ റഷീദിന്റെ വകയുള്ള സംഭാവനയാണ്. 500 ദിർഹം അവിടുത്തെ സൈന്യത്തിന്റെ വകയുള്ള സംഭാവനയുമാണ്. 1000 ദിർഹം എന്റെ കീശയിലിട്ടുകൊണ്ട് ഞാൻ വന്നു മക്കയിലേക്ക്, എന്റെ ഉമ്മാന്റെ അടുത്തേക്ക്. എന്റെ കീശയിലുള്ള പണം കണ്ടപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, ധാരാളം കാശുണ്ടല്ലോ. ഉണ്ട് ഉമ്മ, ഇത്രയും കാലം എന്നെ പഠിപ്പിച്ചതിന്, അധ്വാനിച്ച് എന്നെ പോറ്റി വളർത്തിയ ഉമ്മാക്ക് വരാൻ വേണ്ടി വന്നതാണ്. ഉമ്മ പറഞ്ഞു, മോനെ, എനിക്ക് വേണ്ട, നമ്മളെ കുടുംബത്തിൽ എത്രയോ പാവങ്ങളുണ്ട്, അവർക്ക് കൊണ്ടുപോയി വിതരണം ചെയ്ത ശേഷം മോനിങ്ങോട്ട് കയറിയാൽ മതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മ പഠിപ്പിക്കുന്നു വാത്സല്യത്തിന്റെ മനസ്സ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉടനെ പടിയിറങ്ങുന്നു. എന്നിട്ട് കുടുംബക്കാരടുത്ത് പോയിട്ട് ആ 1000 ദിർഹമും ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. സ്വന്തം കുടുംബക്കാർക്ക് കൊടുക്കുന്ന സ്വതക്കയുണ്ടല്ലോ, അതിനേക്കാളേറെ മൂല്യമുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ള സംഭാവന വേറെയില്ല. പുറത്ത് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൂലിയും കൂടുതൽ മനസ്സ് നന്നാകാനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്നതും സ്വന്തക്കാരെ സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കൊടുക്കുന്നതാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം. വസ്താമിനു, എട്ടാമത്തത്, തായിബുൻ സാബിത്തുൻ അലാ തൗബതിഹി, തൗബ ചെയ്തിട്ടുണ്ട്, ആ തൗബയിൽ അടിയുറച്ച് ജീവിക്കുന്നവനാണ്.
തൗബ ചെയ്തു, റബ്ബേ ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകൂല, ഇനി ഒരൊറ്റ തെറ്റിലേക്കും പോകൂല, പിന്മാറി. പിന്നെയും അവന്റെ മുന്നിൽ അതാ തെറ്റിന്റെ രൂപങ്ങളും ഭാവങ്ങളും ചാൻസുകളും വരുന്നു. തൗബയിൽ അവൻ അടിയുറച്ചു നിൽക്കുന്നു. റമളാനിൽ തൗബ ചെയ്തിട്ട് ശവ്വാലിന് മാറിയ ആളെ പറ്റിയല്ല, ഹജ്ജിന് പോയിട്ട് അറഫയിൽ തൗബ ചെയ്തിട്ട് നാട്ടിൽ വന്ന് മാറിയ ആളെ പറ്റിയല്ല പറയുന്നത്. ഒരു രോഗം അല്ലാഹു നൽകിയപ്പോ ഉടനെ തൗബ ചെയ്തു, ആ രോഗം കിട്ടിയപ്പോഴേക്കാൾ പഴയ അവസ്ഥയിലായി, അയാളെ പറ്റിയല്ല ഈ പറയുന്നത്. ജോലിയൊന്നും കിട്ടാതെന്നപ്പോ പഠിച്ച റബ്ബിനോട് തൗബ ചെയ്തു, നല്ല ജോലി അല്ലാഹു അങ്ങ് കൊടുത്തപ്പോ പിന്നെയും കുറ്റകൃത്യങ്ങളിലേക്ക് പോയി, അയാളെ പറ്റിയുമല്ല പറയുന്നത്. തായിബുൻ സാബിത്തുൻ അലാ തൗബതിഹി, തൗബയിൽ അടിയുറച്ചു നിൽക്കുന്ന തൗബ ചെയ്ത മുഅ്മിനായ മനുഷ്യൻ അവൻ ശൈത്താന്റെ പിശാചിന്റെ എതിരാളിയാണ്. ഒമ്പതാമത്തെ ആള് മുതവര്രിഉൻ അനിൽ ഹറാം, ഹറാമിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവനാൻ. സഹോദരങ്ങളെ, അതിന് വലിയ കഴിവ് വേണ്ടയോ? കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ബട്ടണമർത്തുന്നതും മെസ്സേജ് അയക്കുന്നതും ചാറ്റിംഗ് നടത്തുന്നതും തുടങ്ങി ഹറാമിന്റെ രൂപഭാവങ്ങൾ പെരുത്ത് പെരുത്ത് വരികയാണ്. സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള കഴിവാണ് നേടിയെടുക്കേണ്ടത്. ആ കഴിവാണ് പിശാചിന് നമ്മളിൽ നിന്ന് ഏറ്റവും വലിയൊരു എതിർപ്പായി കിട്ടുന്നത്. സ്വകാര്യതയാണ്. ആരും കാണാനോ നോക്കാനോ പകർത്താനോ ഇല്ല. ഒരൊറ്റ വീഡിയോയും നമ്മളെ മുന്നിൽ CCTV ആയി പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നാലും ഹറാമിൽ നിന്ന് സൂക്ഷ്മത പാലിച്ച് മാറി നിൽക്കാൻ കഴിയണം. ഹറാമായ വിധത്തിലുള്ള സമ്പാദ്യം വേണ്ട, ഹറാമായ വിധത്തിലുള്ള സ്വത്ത് വേണ്ട. നിങ്ങളൊരു സ്ഥലം വിറ്റു, സ്ഥലം വിറ്റപ്പോ 15 ലക്ഷം കിട്ടി. 15 ലക്ഷം കയ്യിൽ വെച്ചാ പെട്ടെന്ന് ചെലവായി പോകും. സുബ്ഹാനല്ലാഹ്, പണപ്പെരുപ്പത്തിന് വേണ്ടി പലിശ ഉദ്ദേശിച്ച് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. വലിയ നട്ടമല്ലയോ? ലാഭം അതിന് ഉണ്ടാകൂലാന്ന് എന്റെ വകയല്ല, അല്ലാഹുവല്ലേ പഠിപ്പിക്കുന്നത്. യംഹഖുല്ലാഹുർ റിബാ, പലിശക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കൂല. യംഹഖുല്ലാഹുർ റിബാ, പലിശക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കൂല. പലിശയായി കിട്ടുന്ന മുഴുവനത്തിന്റെയും ബർക്കത്ത് അല്ലാഹു മായ്ച്ചു കളയും. വയുർബിസ് സദഖാത്ത്, ദാനധർമ്മങ്ങളെ അല്ലാഹു വളർത്തും, അതിനെ വികസിപ്പിക്കും. ചെറിയ ഒരു ശതമാനം കിട്ടിയാൽ കൊണ്ടുപോയിട്ട് വികസിപ്പിക്കുക പലിശയിലൂടെ. 10-15 മാസം കഴിയുമ്പോ ആയിരക്കണക്കിന് 10,000-കണക്കിന് പലിശ വാങ്ങുക. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാകരുത് നമ്മൾ ഭക്ഷിക്കുന്നതും കുടുംബത്തെ ഭക്ഷിപ്പിക്കുന്നതൊക്കെ. കഴിവിന്റെ പരമാവധി ക്ഷമയോടെ പിടിച്ചു നിന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് സുഗമമാം വിധത്തിൽ അധ്വാനിക്കുക. അതിൽ ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഏതെല്ലാം നല്ല മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൊക്കെ സമ്പത്ത് വിനിയോഗിക്കുക, ശേഖരിക്കുക. നല്ല മാർഗങ്ങളെക്കാൾ കൂടുതലുള്ളത് ഹറാമിന്റെ മാർഗങ്ങളാണ്. പണപ്പെരുപ്പുണ്ടാക്കുന്നതിന് കൂടുതൽ അങ്ങനെയാണ്. അത് ഓരോ ഐറ്റംസ് ആണ് ഓരോ മാസം കൂടുമ്പോൾ വരുന്നത്. ആളുകളൊക്കെ ചോദിക്കുന്നു, ചോദ്യം അവസാനം എത്തിച്ചേരുന്നതൊക്കെ ഒരേ വിഷയത്തിലേക്ക്, റിബ, പലിശ. മുഖങ്ങൾ മാറുകയാണ്, ഐറ്റംസുകൾ മാറുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വീട് പലിശ കൊടുക്കുക, വാഹനം പലിശ കൊടുക്കുക, അല്ലേ? പിന്നെന്തൊക്കെ പലിശ കൊടുക്കുന്നത്? ആഭരണങ്ങൾ പലിശ കൊടുക്കുക, ഇങ്ങനെ ഉപകരണങ്ങൾ എന്തെല്ലാമോ കൊടുക്കുന്നു. വാഹനങ്ങൾ കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ലാഭം സ്വീകരിക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹറാമിൽ നിന്ന്